ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കൊള്ള നടത്തിയ റിജോ ആന്റണിയെ ഇന്ന് ബാങ്കിലെത്തിച്ച് തെളിവെടുക്കും. ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മോഷ്ടിച്ച 15 ലക്ഷത്തിൽ 13 ലക്ഷം രൂപയാണ് കണ്ടെത്താനായത്. ചെലവാക്കിയ ബാക്കി പണം സംബന്ധിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. 36 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് ഇന്നലെ പിടികൂടിയത്. ബാങ്ക് കൊള്ളയടിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ പോകുന്നില്ലെന്ന് റിജോ പറഞ്ഞതായി വാർഡ് മെമ്പർ പറഞ്ഞു. വാക്കുകളിലേക്ക് ഇങ്ങനെ ഒരു വ്യക്തി ഇത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരായിട്ടും കമ്പനി കൂടി അടക്കണ ഒരു വ്യക്തിയാണ്. 2.5 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളെങ്കിലും ഈ പ്രദേശത്തുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് സൗഹൃദവും ആയിട്ടും എല്ലാവരായിട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോൾ നോക്കിയാലും ഇവിടെ കാണാം. 2 കുട്ടികളാണുള്ളത്. പിള്ളേർ പോയി കഴിഞ്ഞാൽ ആൾ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ ആളുണ്ടാവും. ഭാര്യ നേഴ്സാണ്, വിദേശത്താണ്. അപ്പോൾ ഇന്നലെ ഇവിടെ കുടുംബസമ്മേളനം വരെ നടന്നതാണ്. 2:30-ക്ക് 4:30 വരെ ഞങ്ങളിവിടെ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ഈ വീട്ടിലുണ്ടായിരുന്നവരാണ്. കുഴപ്പമുണ്ടായി. ചെറിയൊരു ആൾക്കൊരു സീറ്റിലിരിക്കാതെ ഇങ്ങനെ ഒരു ചെറിയൊരു വെപ്രാളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ തോന്നിയത്. സാധാരണ ഒരു വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഈ ചർച്ച ചെയ്തിരുന്നു. കള്ളനെയൊന്നും പിടിക്കാൻ കിട്ടില്ല, അത് ഇവിടെയുള്ള കള്ളന്മാരൊന്നും ആയിരിക്കില്ല എന്നുള്ളതിൽ ആള് സംസാരിച്ചത് റിജോ പറഞ്ഞു. റിജോ അറസ്റ്റിലായതറിഞ്ഞ് കടം വീട്ടിയ വ്യക്തി പണം തിരികെ നൽകി. അന്നനാട് സ്വദേശി 2.9 ലക്ഷം രൂപയാണ് ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി തിരികെ നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ഈ മോഷണം നടന്ന ATMന്റെ മുന്നിൽ നിന്ന് ലെവിൻ കെ വിജയനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആസിഫ് മുഹമ്മദും ചേരുന്നു. ആദ്യം ലെവിനിലേക്കാണ്. ലെവിന്റെ പുറകു ഭാഗത്ത് കാണുന്ന ആ ബാങ്കിൽ നിന്നായിരുന്നു പ്രതി റിജോ അവിടേക്ക് എത്തുന്നു, ബൈക്ക് വയ്ക്കുന്നു. 2.5-3 മിനിറ്റ് കൊണ്ട് 15 ലക്ഷം രൂപയും കവർന്ന് കടന്നു കളയുന്നു. തൊട്ടു പിന്നാലെ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചു. പക്ഷേ 2.5 ദിവസം വേണ്ടി വന്നു പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ. ഒടുവിൽ ആ പ്രതിയെ പിടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് റിജോ പറയുന്നത്? സേതു, പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. വിശദമായി ചോദ്യം ചെയ്യുക. പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്നലെ രാത്രി പൂർത്തീകരിച്ചത്. അല്പസമയങ്ങൾക്കകം SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലടക്കം വീണ്ടും ചോദ്യം ചെയ്യൽ ഇന്ന് പുനരാരംഭിക്കും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പും കാര്യങ്ങളും മറ്റും നടക്കുക. പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ കൃത്യം നടത്തിയത് താനാണെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. ആദ്യം ഈ പോലീസ് എത്തിയതിന്റെ അമ്പരപ്പിലായിരുന്നു. ഇയാൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പ്രതി മുന്നോട്ട് പോയത്. വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ നമുക്ക് ആ പ്രതി സംസാരിച്ച വാക്കുകളെക്കുറിച്ച് അവർ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ ഉറച്ച ആത്മവിശ്വാസമായി മുന്നോട്ട് പോകുമ്പോഴും കൃത്യമായ പദ്ധതികളിലൂടെ തന്നെ കേരള പോലീസ് പ്രതിയെ ട്രാക്ക് ചെയ്തിരുന്നു. ട്രാക്ക് ചെയ്തതിന് ശേഷം ഇയാൾ തന്നെയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടയാളെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പരിശോധനകൾ പോലീസിന് വേണ്ടി വന്നു. അത്തരത്തിൽ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തന്നെ പ്രതിയുടെ വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് തുടക്കമിട്ടിരുന്നു. മഫ്തി ഡ്യൂട്ടിയിൽ പ്രത്യേകമായി പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ വിന്യസിച്ചു. രാത്രി കസ്റ്റഡിയിലെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എത്തുമ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലടക്കം ഇയാൾ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ ഈ പ്രതിയുടെ എല്ലാ സാധ്യതകളും അടച്ചതിന് ശേഷമാണ് കസ്റ്റഡിയിലെടുക്കാൻ ഉദ്യോഗസ്ഥർ എത്തുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ എത്തുമ്പോൾ പ്രതി ഞെട്ടലിലായിരുന്നു. തന്നെ ഒരിക്കലും പിടികൂടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തീകരിച്ചത്. ഇതിൽ ഇയാൾ പറയുന്നത് 15 ലക്ഷം രൂപ കവർന്നതിൽ 2,90,000 രൂപ തനിക്ക് കടബാധ്യതയുണ്ടായിരുന്ന ആൾക്ക് തിരികെ നൽകി. ഈ തിരികെ നൽകിയ പണം അതിനുശേഷം കുറച്ച് പണം ചെലവഴിച്ച് മദ്യമടക്കം വാങ്ങുകയും ചെയ്തു. അത്തരത്തിൽ ബാക്കി ശേഷിക്കുന്ന പണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ എത്ര രൂപ ഇതിനോടകം ചെലവഴിച്ചു, എവിടെയാണ് ചെലവഴിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണം. ആ പണം കണ്ടെത്തി തിരിച്ച് തൊണ്ടിമുതലായി ശേഖരിക്കണം. അത്തരത്തിലുള്ള നടപടികളാണ് ഇനി പോലീസിന് മുന്നിൽ ഈ ആദ്യഘട്ടത്തിൽ ബാക്കിയുള്ളത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. പ്രതി ഒറ്റയ്ക്കാണോ കൃത്യം നിർവഹിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇനിയും ഒട്ടേറെ സംശയങ്ങളുണ്ട്. ഇയാളെ പിന്തുണയ്ക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അത്തരം പരിശോധനകളും അന്വേഷണങ്ങളും കൂടി പോലീസിന് നടത്തേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടിയാണ് പ്രതിയെ കസ്റ്റഡിയെടുത്ത് സ്റ്റേഷനിലെത്തിച്ചത്. അതിനുശേഷം വൈദ്യപരിശോധനകളടക്കം പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ ചാലക്കുടി
ചാലക്കുടി പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. ഇയാളെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമെത്തി ചോദ്യം ചെയ്യും. പ്രധാനമായും ഈ പണം എന്ത് തരത്തിലാണ് ചെലവഴിച്ചത്? ഒരു 5,02,90,000 രൂപ കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരാൾക്ക് അത് തിരികെ നൽകി. ഈ മോഷണ വിവരം അറിഞ്ഞ് പ്രതി റിജോയാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അന്നനട സ്വദേശിയായിട്ടുള്ള ഇയാൾ തിരികെ എത്തി പോലീസ് സ്റ്റേഷനിൽ, അതായത് DYSP ഓഫീസിലെത്തി ഈ 2,90,000 രൂപയും ഇന്നലെ കൈമാറിയിരുന്നു. ഇദ്ദേഹത്തെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഒരുപക്ഷെ പോലീസ് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. ബാങ്ക് ജീവനക്കാരെ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് അവരിൽ നിന്നും വിവരങ്ങൾ കൂടി ശേഖരിക്കണം, അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി അതടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിൽ അവരെ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള ഒരു വിവരവും സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും തുടർ നടപടികളും മുന്നോട്ട് പോകുക. 15 ലക്ഷം രൂപ കവർന്നെടുത്തു, അത് കണ്ടെടുക്കുകയാണ് അടുത്ത നീക്കം. ഈ പ്രതിയുടെ വീട്ടിൽ തന്നെ ഈ പണം ശേഷിക്കുന്ന 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്തി ആ പണം റിക്കവർ ചെയ്യേണ്ട നടപടികളും ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തെളിവെടുപ്പടക്കമുള്ള നടപടികളും ഇന്ന് തന്നെ നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആസിഫ് മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ആസിഫ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ചേർന്നത്. ആസിഫ്, പ്രതി കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒരു കൃത്യം, ഈ തുടക്കം മുതൽ തന്നെ ഈ പ്രാഥമിക വിവരങ്ങളിൽ തന്നെ ഇയാൾ ഹിന്ദിയാണ് സംസാരിച്ചിരുന്നത് പറഞ്ഞു. പക്ഷെ അപ്പോഴും പോലീസ് പറഞ്ഞിരുന്നു ഒരു മലയാളി സാന്നിധ്യം ഇതിൽ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ മലയാളി തന്നെയാണ് കുറ്റക്കാരൻ എന്നതിലേക്ക് എത്തുകയും പിന്നീട് റിജോയെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പം അറിയേണ്ടത് ഈ 15 ലക്ഷത്തിൽ ബാക്കി പണം അത് എവിടെ എന്നൊരു കാര്യം. മറ്റൊന്ന്, റിജോ ഒറ്റയ്ക്കാണോ ഈ കൃത്യം മുഴുവൻ ആസൂത്രണം ചെയ്തത് എന്ന കാര്യത്തിലും വ്യക്തത വരണം. തെളിവെടുപ്പുണ്ട് ഇന്ന്, പിന്നീട് കോടതിയിൽ ഹാജരാക്കലുണ്ട്. അപ്പോൾ തെളിവെടുപ്പ് എപ്പോഴാകും തുടക്കമാവുക? പോലീസ് പറയുന്നത് എന്താണ്? എവിടെയൊക്കെയാണ് തെളിവെടുപ്പിന് ഇന്ന് ഇയാളെ എത്തിക്കുക? പ്രധാനമായും ബാങ്കിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. അതായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 11 മണിയോട് കൂടി മാത്രമായിരിക്കും ആ ഒരു നടപടികളിലേക്ക് കടക്കുക. അതിനു മുമ്പ് റൂറൽ SP അടക്കമുള്ളവർ സ്ഥലത്തെത്തി വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് 10 ലക്ഷത്തോളം രൂപ ഈ വീട്ടിൽ നിന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പമാണ് ഈ 2,94,000 രൂപ ഒരാൾക്ക് കടം വാങ്ങിയത് തിരികെ നൽകിയിരുന്നു. ആ പണം ഇന്നലെ തന്നെ ഈ നൽകിയ ആൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 ലക്ഷം രൂപ പുള്ളി എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നുള്ളത് മാത്രമാണ് കൃത്യമായ വിവരം ലഭിക്കാനുള്ളത്. അത് മദ്യമടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ വാങ്ങിയിരുന്നു എന്നുള്ള കാര്യവും പോലീസിന് വിവരം ലഭിക്കുന്നുണ്ട്. എങ്കിലും ഈ 2 ലക്ഷം രൂപ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ള കാര്യത്തിൽ പോലീസ് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. ഏതായാലും ഇയാൾ ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത്. കാരണം വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, കടങ്ങൾ വീട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഭാര്യ വിദേശത്ത് നിന്ന് തിരിച്ചു വരാൻ പോവുകയാണ്. ഭാര്യ അയച്ചു നൽകിയ പണമടക്കം ഇത്തരത്തിൽ ദൂർത്തടിച്ച് ചെലവഴിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലൊരു മോഷണം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇയാൾ പോലീസിനോട് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇയാൾ അതിവിദഗ്ധമായ താനൊരു മോഷണം നടത്തി എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസം പ്രതിക്കുണ്ടായിരുന്നു. കാരണം വണ്ടിയുടെ നമ്പർ മാറ്റിയിരുന്നു, വണ്ടിയുടെ മിററുകൾ നീക്കം ചെയ്യുകയും പിന്നീട് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണം ഒരു കാരണവശാലും തന്നിലേക്ക് എത്തില്ല എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ കൈയുടെ വിരലടയാളം പോലും ഒരിടത്തും എത്താതിരിക്കാനുള്ള അതീവ ശ്രദ്ധ, മുഖം ഒരു കാരണവശാലും തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രദ്ധ, അങ്ങനെ തന്റെ ശരീരഭാഷ പോലും തിരിച്ചറിയാതിരിക്കാനുള്ള വലിയ ശ്രമം ഈ പ്രതി നടത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇയാൾ ഹിന്ദി സംസാരിച്ചുവെങ്കിൽ പോലും പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഒരു മുറി ഹിന്ദി ആണ് ഇയാൾ സംസാരിച്ചത്. കാരണം ചില വാക്കുകൾ ആവർത്തിച്ച് പറയുക മാത്രമാണ് ഇയാൾ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരു ദീർഘമായ രീതിയിൽ ഹിന്ദി സംസാരിക്കുക മറ്റും ചെയ്തിട്ടില്ല. ചില വാക്കുകൾ മാത്രം ഇങ്ങനെ ഹിന്ദിയിൽ ആവർത്തിച്ച് പുള്ളി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളി അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹിന്ദി ഭാഷ ഉപയോഗിച്ചതാണ് എന്നുള്ളൊരു സംശയം പോലീസിന് ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു. കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ പ്രതികരണം വരുമ്പോൾ തന്നെ ഇത് മലയാളിയാണ് എന്നുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി വരികയും
സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ഇയാൾ ഈ പോട്ട സിഗ്നലിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തേക്കുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ സിഗ്നലിലേക്ക് കയറി ദേശീയപാത വഴി മറ്റു ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. കാരണം പല ഭാഗങ്ങളിലുള്ള 2:12 ശേഷം ഇയാൾ മോഷണം നടത്തി 2:15 ബാങ്കിൽ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നീട് ഈ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലുള്ള CCTV അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധനകളിലൊന്നും ഈ വാഹനം കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി തന്നെ ഇത് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ അടക്കം പോലീസ് എത്തി. പിന്നീട് ഇയാൾ ഉപയോഗിച്ച എൻഡോർക്ക വാഹനം അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, അതിന്റെ ചില സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നടപടികളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതോടൊപ്പം ഇയാൾ ധരിച്ചിരുന്ന ഷൂ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പ്രത്യേകമായി നോട്ട് ചെയ്തിരുന്നു. അത് പ്രത്യേകമായ കളർ അടക്കം അതിലുള്ളത് പ്രത്യേകമായി പോലീസ് നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പോലും ഇനി ഇയാൾ തട്ടിയെടുത്ത പണത്തിൽ 2 ലക്ഷം രൂപ അത് ഏത് തരത്തിൽ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും. ഒരു 11 മണിയോടുകൂടി ഇയാളെ ബാങ്കിലേക്ക് എത്തിച്ച തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണുള്ളത്. അതിനുശേഷം ആസിഫ്, ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കൊള്ള നടത്തിയ റിജു ആന്റണിയെ ഇന്ന് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയനും ആസിഫ് മുഹമ്മദ്.